ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ലഞ്ച് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അതേ എൻ്റെ മോനിവിടെ മുട്ട അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടൊരു തോരനാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് ഇച്ചിരി സവോളയും അതുപോലെ തന്നെ 2 വെള്ളുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യണേ. അപ്പോൾ ഒരു പ്രത്യേക മണമാണ്. ഈ സമയത്ത് വേപ്പിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, നമ്മുടെ അടുത്തില്ല. അത് നന്നായി വരുന്നോട് കൂടി ഒരല്പം ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു 1.5 സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു സമയത്താണ് കേട്ടോ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 2 ചെറിയൊരു പിടിയോളം ആണ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ അത് ഇട്ട് വന്നപ്പോൾ നല്ലപോലെ ഉണ്ടായിരുന്നു. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക, നല്ലപോലെ ഡ്രൈ ആക്കി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഒരു വിചാരം പരിപ്പും കൂടി ഇട്ടുമ്പോൾ നല്ല ഡ്രൈ ആയി വരും എന്നുള്ള പോലെയായിരുന്നു. പക്ഷേ പരിപ്പ് ഇട്ട് ഒന്നായോടുകൂടി ഒന്ന് ഇളക്കിയോടുകൂടി ആ കുടഞ്ഞ് അതായത് പക്ഷേ ചോറിനെ കുറിച്ച് കൂട്ടി വയ്ക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ നമ്മൾ ഡ്രൈ ആയിട്ടുള്ളൊരു ടൈപ്പാണ് പ്രതീക്ഷിച്ചത് മാത്രം. അപ്പോൾ അതേ നല്ലതുപോലെ ഇളക്കി ഒന്ന് റോസ്റ്റായി വരണം തേങ്ങ. അപ്പോഴാണ് അതിൻ്റെ ഒരു ശരിക്കുള്ളൊരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ കറക്റ്റ് വേവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ എന്താ പറ്റിയെന്നറിയില്ല. അങ്ങനെ നിങ്ങൾക്ക് പറ്റാറുണ്ടോ ഗൈസ്? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ അതേ ചേർത്ത് കൊടുക്കുകയാണ്. അതിന് നമുക്ക് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇളക്കി സെറ്റാവുന്നതോട് കൂടി അതിലത്ത് വെള്ളം ഇറങ്ങിയിട്ടാണോ, വെള്ളമൊന്നുമില്ല ശരിക്കും, സ്പൂൺ കൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ അങ്ങ് ലൈറ്റായിട്ട്, ഓവറല്ല പക്ഷെ ലൈറ്റായിട്ടൊന്ന് കുഴഞ്ഞു അങ്ങനെ. അപ്പോൾ അത് സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട സെറ്റാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരല്പം എണ്ണ ഒഴിച്ച് വെച്ചിട്ട് ഇച്ചിരി ഇളക്കി യോജിപ്പിച്ച് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഞാനിവിടെ. അത് നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചെറിയൊരു പാൻ എടുത്തത് എന്താണെന്ന് വെച്ചാൽ അധികം അങ്ങോട്ട് വലിഞ്ഞ് വലുതാവണേക്കാളും ഉള്ളത് ഇത്തിരി വീർമയോട് കൂടി നല്ലൊരു ഇത് വരുന്നതാണ് ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടം കേട്ടോ. അതുകൊണ്ടാണ് അപ്പം അങ്ങനെ ഇട്ട് കൊടുക്കുക. നമ്മൾ തിരിക്കുമ്പോഴൊക്കെ കറക്റ്റിൽ അങ്ങോട്ട് വരുമല്ലോ, മറിച്ചിടാനും എളുപ്പമുണ്ട് ചെറിയൊരു ഇതാകുമ്പം. അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എനിക്കങ്ങനെ ഫ്ലിപ്പ് ചെയ്യാനത്ര അറിയില്ല കേട്ടോ. ഞാനതേ ഇതുപോലെ എടുത്തിട്ട് അങ്ങ് മറിച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതേ സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതേ ഇന്നത്തെ ലഞ്ചിന് നല്ല ഉണക്കമീനും അതുപോലെ തന്നെ ഉണക്കമുളക് വറുത്തതും പിന്നെ പരിപ്പ് കൂട്ടാനും പിന്നെ നല്ല ഓംപ്ലേറ്റും.